ഹായ്, നിങ്ങളൊരു തട്ടുകട ഫുഡ് ലവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത കണ്ണൂരിലെ ബെസ്റ്റ് തട്ടുകടയാണ് ഞാനിപ്പോൾ ഈ പരിചയപ്പെടുന്നത്. ഈ തട്ടുകട നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലായിട്ടാണോ, ഇത് നമ്മുടെ കണ്ണൂർ പുതിയൊരു സ്റ്റൈല കോർണറിലുള്ള വിജുവേട്ടൻ്റെ തട്ടുകടയാണ്. ഇവിടുത്തെ പുട്ടും ബീഫും, അതുപോലെ പുട്ടും ചിക്കനും, അതുപോലെ പുട്ടും ചിക്കൻ പാർട്സും കഴിച്ചവർക്ക് ഈ തട്ടുകട ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇവിടെ പണ്ട് നമ്മുടെ കല്ലുമ്മക്കായ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇപ്പോൾ അവർ കല്ലുമ്മക്കായ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടുത്തെ പുട്ടും ബീഫും അല്ലെങ്കിൽ പുട്ടും ചിക്കനും തട്ടുകട മിക്സ് കഴിച്ചവർക്ക് ഒരിക്കലും ഈ തട്ടുകട മറക്കാൻ പറ്റില്ല. കണ്ണൂർ ബെസ്റ്റ് ഫുഡ് എന്ന് വേണമെങ്കിൽ തട്ടുകട ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്ര ക്വാളിറ്റിയിലും അത്ര ക്വാണ്ടിറ്റിയിലാണ് ഇവർ ഈ ഫുഡ് ഡെയിലി സെർവ് ചെയ്യുന്നത്. അപ്പം തട്ടുകട ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ണൂർ ട്രൈ ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് തട്ടുകടയാണ്. ഞാൻ കണ്ണൂരിൽ ഒരുപാട് തട്ടുകടന്നെല്ലാം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും അടിപൊളിയായിട്ടൊരു പുട്ടും ബീഫും അല്ലെങ്കിൽ പുട്ടും ചിക്കനും തരുന്നൊരു തട്ടുകട വേറെ ഇല്ല. നല്ല ക്വാളിറ്റി നല്ല ക്വാണ്ടിറ്റി ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെർവ് ചെയ്യുന്നൊരു തട്ടുകടയാണ് നമ്മുടെ സ്റ്റൈല കോർണറുള്ള ഈ ഒരു തട്ടുകട. അപ്പം തട്ടുകട ലവേഴ്സ് കണ്ണൂരുള്ളവർ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇവിടുത്തെ മെയിനായിട്ടുള്ള കോമ്പിനേഷൻ പുട്ട് ബീഫ്, പുട്ട് ചിക്കൻ പാർട്സ്, അതുപോലെ പുട്ട് മുട്ട, ഈ ഒരു 4 കോമ്പിനേഷനാണ് ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ളത്. നേരത്തെ ഇവിടെ കല്ലുമ്മക്കായ ഒരു സെർവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ അവൈലബിൾ അല്ല. അപ്പം ഈ ഒരു 4 കോമ്പിനേഷൻ നല്ല എരിവിലും സ്പൈസി ആയിട്ട് നല്ല ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കഴിക്കണമെങ്കിൽ നേരെ നിങ്ങൾ തട്ടുകടയിലേക്ക് പോവുക. വേറൊരു ചോയ്സ് കണ്ണൂരില്ല. നമ്മുടെ കണ്ണൂർ പുതിയുള്ള ബിജുവേട്ടൻ്റെ തട്ടുകട. അപ്പം ഇവിടുത്തെ ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഫുള്ളായിട്ട് വീഡിയോ കാണിച്ചു പിന്നെ ഇത് നമ്മൾ പുട്ടും ബീഫാണ്. അതുപോലെ പുട്ടും ചിക്കനും ചെയ്യുന്നത്. പുട്ടും ബീഫും ചിക്കൻ പാർട്സും പുട്ടും മൊത്തം ചെയ്യുന്നത്. എന്നാലും കണ്ണൂർ വരുന്നത് മസ്റ്റ് ട്രൈ ചെയ്ത തട്ടുകടയാണ് ബിജുവേട്ടൻ്റെ തട്ടുകട. ഗ്രേവിയിൽ മുട്ടിയിട്ടില്ല, മിക്സിൽ മുട്ടിയിട്ടില്ല.